ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രോക്ക് കട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 34 ഇഞ്ചാണ്. നമ്മളത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. കാരണം ഞാൻ സ്റ്റിച്ചിങ് പഠിക്കണേ ഉള്ളൂ. അപ്പം അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്ത ആളായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പം ഇങ്ങനെ പഠിച്ച് വരുന്നതിൻ്റെതായ ഒരു കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ വീഡിയോയിൽ. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. പിന്നെ എനിക്ക് കാര്യങ്ങൾ എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. അപ്പോൾ അത് എൻ്റെ സംസാരത്തിലായാലും പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ കാണുന്ന പ്രേക്ഷകർ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഷോൾഡർ എടുക്കുന്നത് 6 ഇഞ്ചിലാണ് കേട്ടോ. ഷോൾഡർ എടുക്കുന്നത് 6 ഇഞ്ചിലാണ് ഷോൾഡർ എടുക്കുന്നത്. പിന്നെ ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 5 ഇഞ്ചിലാണ് കേട്ടോ. 5 ഇഞ്ചിൽ 5.5 ഇഞ്ചിൽ. പിന്നെ നമ്മൾ നെക്ക് എടുക്കുന്നത് 2.5 ഇഞ്ചാണ് കേട്ടോ. 2.5 ഇഞ്ചിൻ്റെ ഇത് മുൻകഴുത്താണ് കേട്ടോ. മുന്നത്തെ കഴുത്താണ്. 3.5 ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത്. 3.5-4 ഇഞ്ചാണ് കേട്ടോ. കള്ളിയിൽ വരച്ചിട്ട് എനിക്ക് ഈ തയ്യലിൻ്റെ ഒരു ബേസിക് പോലും അറിയാത്ത ആളാണ് ഞാൻ. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഹോൾ എന്താ ശരിക്കും നമ്മൾ തുടക്കണ ആൾക്ക് ഇതിൻ്റെ അളവുകൾ തന്നെ എന്താ സംഗതി എന്നറിയില്ലേ. പിന്നെ നമ്മളിങ്ങനെ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നമ്മളിങ്ങനെ വീഡിയോ കണ്ട് പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത്. നമ്മളിങ്ങനെ കുഴിച്ച് വരച്ചു കൊടുക്കുക.
എനിക്ക് ആ ചോക്ക് എങ്ങനെ ആ മാർക്ക് ചെയ്യണ ചോക്ക് എങ്ങനെ പിടിക്കണമെന്നൊരു വലിയൊരു ഐഡിയ ഇല്ല. അപ്പം അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട് മാർക്ക് ചെയ്യുമ്പോൾ. നമ്മളൊക്കെ ചെയ്ത് നോക്കിയിട്ടല്ലേ ശരിയാവുന്നു. ഞാൻ എന്താണ് ഇതിൽ മാർക്ക് ചെയ്തത് മാറിപ്പോയതാണ് കേട്ടോ. അപ്പം ഷേപ്പ് റൗണ്ട് വെച്ചിട്ടാണ് ഷേപ്പ് റൗണ്ടിൻ്റെ അളവാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി അത് വരച്ചു കൊടുക്കുക. ഞാനിതറിയാതെ വരച്ചു പോയതാണ്. ഇത് ഞാൻ എ ലൈൻ ടോപ്പിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ വരച്ചു പോയതാണ് കേട്ടോ. വരച്ച് കഴിഞ്ഞ് അതിൻ്റെ ശേഷമാണ് ഇത് ഫ്രോക്കിനുള്ള കട്ടിങ് ആണല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഷേപ്പ് റൗണ്ട് അടയാളപ്പെടുത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വരച്ചു കൊടുത്തിട്ടോ. വരച്ചു കൊടുത്ത് കട്ട് ചെയ്ത് കണ്ട് മാറ്റി. നമ്മൾ നിങ്ങൾക്കായാലും ഇപ്പം ഇങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവില്ലോ അല്ലേ. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിന് എങ്ങനെയായാലും നമുക്ക് എങ്ങനെയായാലും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനോ കട്ട് ചെയ്യാനോ നമുക്ക് കഴിയൂലല്ലോ. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്രോക്ക് കട്ടിങ് ചെയ്യുന്നത്. ഇതിൻ്റെ ചെറിയ രണ്ടാമത്തെ മോക്കുള്ളതാണ്. 8 വയസ്സാണ് എൻ്റെ മോക്ക്. അപ്പോൾ അവളെ അളവിലാണ് ഞാനത് തയ്ക്കുന്നത്.